പിരിവ് ശക്തമാക്കാൻ പുതിയ ചട്ടങ്ങളുമായി കേന്ദ്ര സർക്കാർ. കുടിശ്ശികയുള്ള ടോൾ അടച്ചില്ല എങ്കിൽ വാഹന സേവനങ്ങൾ തടയും. വാഹനത്തിന്റെ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിനോ ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊന്നിലേക്കുള്ള വാഹന കൈമാറ്റത്തിനോ ആവശ്യമായ NOC ലഭിക്കില്ല. വാണിജ്യ വാഹനങ്ങൾക്ക് നാഷണൽ പെർമിറ്റ് അനുവദിക്കില്ല. വിവരങ്ങൾ നൽകാൻ വീണ്ടും ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ടോൾ പിരിവ് ശക്തമാക്കാൻ എന്തൊക്കെ ചട്ടങ്ങളാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്? അശ്വതി, ഈ ടോൾ പിരിവ് ശക്തമാക്കാൻ പുതിയ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. കാരണം ഇന്ത്യയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം നമ്മുടെ ദേശീയപാതകൾ, എക്സ്പ്രസ് വേകൾ, അങ്ങനെ ഇന്ത്യയിൽ റോഡ് വികസനം അതിവേഗം നടക്കുകയാണ്. കേരളത്തിൽ തന്നെ നമുക്ക് കണ്ടാലറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് വികസന പദ്ധതികൾ അത് എത്ര വേഗമാണ് പോകുന്നതെന്നറിയാം. കോടാനുകോടി രൂപയാണ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ടോള് ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യം വരും. പക്ഷെ ടോള് നൽകാതെ ഈ സേവനം ഉപയോഗിക്കുന്ന ഒരു പ്രവണതയും പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചട്ടങ്ങൾ ഒന്ന് ശക്തമാക്കിയത്. കുടിശ്ശികയുള്ള ടോൾ അടച്ചു തീർത്തില്ലെങ്കിൽ വാഹന സേവനങ്ങൾ ഇനി തടയും. അതാണ് തീരുമാനം. വാഹനത്തിന്റെ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിനോ ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊന്നിലേക്ക് വാഹനം കൈമാറ്റം ചെയ്യുന്നതിനോ ആവശ്യമായ NOC ഈ ടോൾ കുടിശ്ശികയുണ്ടെങ്കിൽ ഇനി കിട്ടില്ല. വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കാനോ പുതുതായി ഇത് എടുക്കുന്നതിനോ ഇനി ഈ ടോൾ കുടിശ്ശിക ഉണ്ടെങ്കിലും നടക്കില്ല. വാണിജ്യ വാഹനങ്ങൾക്ക് നാഷണൽ പെർമിറ്റും ടോൾ കുടിശ്ശിക ഉണ്ടെങ്കിൽ അനുവദിക്കേണ്ട എന്നാണ് പുതിയ തീരുമാനം. ശ്രീകാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. ടോൾ പിരിവ് ശക്തമാക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. കുടിശ്ശികയുള്ള ടോൾ അടച്ചില്ല എങ്കിൽ വാഹന സേവനങ്ങൾ തടസ്സപ്പെടും. ഒപ്പം വാഹനത്തിന്റെ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിനോ ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊന്നിലേക്കുള്ള വാഹന കൈമാറ്റത്തിനോ ആവശ്യമായ NOC ലഭിക്കില്ല എന്നതാണ് ഈ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.